Hey all, welcome to the Pro Wrestling Analyst channel. പ്രോ റെസ്ലിംഗ് ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീഡിയോയിലേക്ക് സ്വാഗതം. സോ നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒഫീഷ്യലി റോഡ് ടു സമ്മർസ്ലാം എന്ന് വേണം പറയാം. അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് WWE റോയും സ്മാക്ഡൗണിലുമായിട്ട്. അതെ, അപ്പം നമുക്ക് ഇപ്പം റോയിൽ ശരിക്കും പറഞ്ഞാൽ എൻ്റയർ ഒരു നൈറ്റ് ഓഫ് ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞു. ബാക്കിയുള്ള സ്റ്റോറികളെല്ലാം എൻഡായി. ഇനി മുന്നോട്ട് നമ്മൾ സമ്മർസ്ലാമിനെ ചിന്തിക്കാം എന്ന് വരുത്തി തീർക്കുന്ന കുറച്ച് സെഗ്മെന്റുകളായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയാനുള്ളത് കിങ് ഓഫ് ദി റിംഗ് ഓബ ഫെമിയാണ് റോ ഓപ്പൺ ചെയ്തത്. ഓബയ്ക്ക് ആക്ച്വലി നമ്മളെല്ലാം എക്സ്പെക്ട് ചെയ്തത് ഓബ ഒരു ചാമ്പ്യൻഷിപ്പിന് ചലഞ്ച് ചെയ്യും എന്നുള്ള ഒരു മൈൻഡിലായിരുന്നു ആക്ച്വലി. അപ്പം നമ്മുടെ ബ്രോക്ക് ലിസ്നറിന്റെ റിട്ടേൺ ഉണ്ടായി. ബ്രോക്ക് ലിസ്നറിനെ ഓബ അപ്പം ചലഞ്ച് ചെയ്തിരിക്കുകയാണ് സമ്മർ സ്ലാമിൽ. അപ്പം ബ്രോക്ക് ലിസ്നർ ആക്ച്വലി ഹെലിനസെല്ലിനാണ് ഇപ്പം ചലഞ്ച് ചെയ്തിരിക്കുന്നത്. ഹെലിനസെൽ മാച്ചിനാണ് ചലഞ്ച് ചെയ്തിരിക്കുന്നത്. ബ്രോക്ക് വന്ന് എഫ് അടിച്ച് അതൊരു നല്ല മൂവ്മെന്റ് തന്നെയായിരുന്നു. നല്ലൊരു ഒരു കണ്ടിരിക്കാൻ പറ്റിയ ഒരു സെഗ്മെന്റ് തന്നെയായിരുന്നു. അതിനകത്ത് മെയിൻ എൻഗേജ്മെന്റ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോക്ക് പ്രോമോ കട്ട് ചെയ്തു. പോൾ ഹേമൻ പറയാതെ ബ്രോക്ക് ഒന്ന് പറഞ്ഞു, ഓക്കെ ഞാൻ നിന്നെ പോലെ തന്നെ കിങ് ഓഫ് ദി റിംഗ് ആയിരുന്നു, പക്ഷെ ഞാൻ നിനക്ക് പറയാം നിന്നെ പോലെ സംസാരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ പോൾ ഹേമന്റെ കൂടെ നിൽക്കുന്നു. അത് ഞാൻ പറഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. അത് നൈസായിരുന്നു. യു ടോക്ക് ഷിറ്റ് യു ഗെറ്റ് ഹിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒറ്റ തൊഴി കൊടുക്കും, എന്നിട്ട് എഫ് അടിച്ചിട്ട് പോകും. അത് ശരിക്കും ആ ഫ്യൂഡ് റീഗ്നൈറ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ രീതിയിൽ അവരത് കൊണ്ടുവന്നു. എന്നാലും മിനസോട്ടയിലാണ് അത്. ബ്രോക്ക് ലെസ്നറിന്റെ തട്ടൊക്കെ വേണ്ട, എങ്ങനെയും ബ്രോക്കിനെ ഇൻവോൾവ് ചെയ്തേ പറ്റൂ. ഇങ്ങനെ പോയത് കൊള്ളാം. ഇങ്ങനെ പോയി അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ബ്രോക്കിനെ പിന്നെ ചലഞ്ച് ചെയ്തപ്പം ബ്രോക്ക് പറഞ്ഞു, ഓക്കെ നമുക്ക് എലിനെ ആക്കിയാക്കാന്ന് പറഞ്ഞ് ആ മാച്ചായി. അവർ അക്സെപ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ബാക്ക് സ്റ്റേജിലാണ് ഓബ പറയുന്നത്, ഓക്കെ ഐ വിൽ ഡു ദിസ്. എന്നിട്ട് ഓബയോട് ചോദിക്കും, ഓബ പറയും ടൈറ്റിൽ മാച്ച് പിന്നെ ആണെങ്കിലും മതി, അല്ലെ അങ്ങനെ മതി, ഇപ്പൊ ഇതാണ് നടക്കേണ്ടതെന്നുള്ള രീതിയിൽ പറഞ്ഞ് ആ ചലഞ്ച് അവൻ അക്സെപ്റ്റ് ചെയ്യുന്ന പോലെയുള്ള ബാക്ക് സ്റ്റേജ് സെഗ്മെന്റും ഒക്കെ വെച്ച് അവരത് ഒഫീഷ്യലാക്കി. അത് കൊള്ളാം. കാരണം അതെ, നമ്മളെ ഒത്തിരി റൂമർ ഉണ്ടായിരുന്നു സാമിയുടെ ടൈറ്റിൽ ഉടനെ പോകാം, ബ്രോക്ക് എടുത്തിട്ട് പിന്നെ ഓബ ബ്രോക്കിനെ ടൈറ്റിലിന് ചലഞ്ച് ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ബ്രോക്കിനും ഓബയ്ക്കും ടൈറ്റിൽ മാച്ചിന്റെ ആവശ്യമില്ല. അത് തന്നെ ആ സ്റ്റോറി അങ്ങനെ തന്നെ ടൈറ്റിൽ മാച്ച് അല്ലാത്ത രീതിയിൽ ആക്കിയത് നന്നായി. അതല്ല അലമ്പായി പോയനെ. എന്നാലും സാമിക്കും അത് കാരണം വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതെ, തീർച്ചയായിട്ടും. പിന്നെ രണ്ടാമത്തെ ഇതിനകത്ത് മാച്ചിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ടാമത്തേത് പറഞ്ഞാൽ നമ്മുടെ ഇവരുടെ ആയിരുന്നു, നമ്മുടെ റോമൻ റെയിൻസിന്റെ സെഗ്മെന്റ് ആയിരുന്നു. റോമൻ റെയിൻസും ജേക്കബ് ഫാറ്റും കൂടെ. ജേക്കബ് ഫാറ്റു സൈഡ് ലൈനായിട്ട് റോമന്റെ കൂടെ വന്ന് നിൽക്കുന്നു. അപ്പൊ അവനെ കാണുമ്പോഴത്തേന് തന്നെ നമുക്കൊരു ബോറടി തോന്നും അല്ലെ, ജേക്കബിനെ സൈഡ് ലൈൻ ആക്കി നടക്കുമ്പോഴത്തേന് അല്ലെ. എനിവേ, അപ്പം സെത്ത് വന്ന് ഇന്ററപ്റ്റ് ചെയ്തു. അപ്പം ഒരു വൺ മോർ ഡാൻസ് എന്നുള്ള ഒരു രീതിയിൽ വേൾഡ് ഹെവി വെയിറ്റ് ചാമ്പ്യൻഷിപ്പിന് സമ്മർ സ്ലാമിൽ സെത്തും ജേക്കബും കൂടെ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. റോമനെ ചലഞ്ച് ചെയ്തിട്ടുണ്ട് ആക്ച്വലി. അതൊരു കണ്ടിരിക്കാൻ പറ്റിയ ഒരു സെഗ്മെന്റ് ആയിരിക്കും പ്രതീക്ഷിക്കാം. ഓഫ് കോഴ്സ്, ഐ മീൻ മാച്ച് ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അത് ഇവർക്ക് ഹിസ്റ്ററി ഉള്ളതുകൊണ്ട്. പക്ഷെ ഇത് എന്തുമാത്രം എത്രാമത്തെ പ്രാവശ്യം എന്നുള്ളതാണ് ഈ ഒരു ഹിസ്റ്ററി തന്നെ പിന്നെയും കൊണ്ടുവന്ന് ഈ ഇതിലോട്ട് ഇടുന്നത്. കാരണം വേറെ ഒന്നും ഇല്ലാഞ്ഞിട്ടാണോ എനിക്കറിയത്തില്ല, വേറെ സ്റ്റോറി ഒന്നും ഉണ്ടാക്കാൻ മേലാഞ്ഞിട്ടാണോ, ഇതിപ്പോ ഒരുമാതിരി പെട്ടെന്ന് അങ്ങ് ആക്കിയ പോലെ ആയിപ്പോയി. അതെ പെട്ടെന്നായിപ്പോയി. അതൊരു വളരെ പെട്ടെന്നുള്ള ഒരു പരിപാടികളായിപ്പോയ പോലെ. ശരി, തീർച്ചയായിട്ടും അതൊരു എന്തെങ്കിലും രീതി പോകണമായിരുന്നു ആക്ച്വലി. ഇപ്പം അറ്റ്ലീസ്റ്റ് ലാസ്റ്റ് മാച്ചിന്റെ ഒരു സ്റ്റോറി എങ്കിലും അങ്ങനെ ആയിരുന്നെങ്കിൽ അതൊരു എൻഡ് ചെയ്തു. പിന്നെ അതിനെ ഒരു വേൾഡ് വെയിറ്റ് ചാമ്പ്യൻഷിപ്പിന് ചലഞ്ച് ചെയ്യുന്ന രീതിയിലേ സംഭവം സ്റ്റോറി ഇൻവോൾവ് നല്ലതാണ്. ഇപ്പം ഇവർ തമ്മിൽ കണ്ടുമുട്ടാൻ ഈ ക്രോസിംഗ് പാത്ത് ഈച്ച് അതർ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു ഒന്നെങ്കിൽ അവരുടെ മാച്ചിനിടയ്ക്ക് ഇൻവെർട്ടഡ്ലി മറ്റേ റോമൻ അല്ലെങ്കിൽ ബ്ലഡ് ലൈൻ സെത്തിനെ കോസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് സെത്ത് പിന്നെയും അവൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ട് പോലും ഇവർ തമ്മിലുള്ള ആ ഹിസ്റ്ററിയിൽ തിരിച്ചു വരുന്നു എന്നുള്ള രീതിയിലെങ്കിലും അങ്ങനെയൊക്കെ ഒരു സ്റ്റോറി ആക്കുമായിരുന്ന നൈസായിരുന്നു. ഇതിപ്പോൾ ചുമ്മാ അതിനെ നടന്നു വന്നേച്ചു, ഓക്കെ ക്രോസ് പാത്ത് ഈച്ച് അതർ എന്നുള്ള രീതിയിൽ ചലഞ്ച് ഇട്ടു, എന്നിട്ട് മാച്ച് ആക്കുന്നു. അതേ ഉള്ളൂ. അത് അതിനകത്ത് ഇപ്പം ഈ പറഞ്ഞ പോലെ ലോങ് ടേം സ്റ്റോറി ഉണ്ട്. പക്ഷെ ഇപ്പൊ ഇത് റീഇഗ്നൈറ്റ് ചെയ്യാനായിട്ട് തരത്തിലൊരു സ്റ്റോറി ഉണ്ടോ ഇല്ല. കാരണം സെത്ത് പെട്ടെന്ന് ഇപ്പം ഭീഷണെ ബ്രൗൺ ബ്രേക്കറിനെ തോപ്പിച്ചു. അത് കഴിഞ്ഞ് സെത്തിന് വേറെ ചാലഞ്ച് ഒന്നും ഇല്ല, അല്ലെ വേറെ മാച്ച് ഒന്നും ഇല്ല. അതുകൊണ്ട് ചാമ്പ്യൻഷിപ്പിന് ബാക്കിയുള്ളമാര് പൊട്ടന്മാരായില്ലേ. ബാക്കി ഇതിനകത്ത് ഇൻവോൾവ് ആയ പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും പറഞ്ഞത് എൽ ആണ് ബ്ലഡ് ലൈനായിട്ട് കുറെ നാളായിട്ട് ഇൻവോൾവ് ആയിരിക്കുന്നത്. അപ്പൊ അവൻ പുള്ളിക്ക് ഇപ്പം വേറെ മാർഗമൊന്നുമില്ല. എനിക്കറിയത്തില്ല എങ്ങോട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. ഇപ്പൊ സമ്മർ സ്ലാം കഴിഞ്ഞാണോ ഇനിയിപ്പോ അതിന്റെ
ഒന്നും നമുക്കറിയത്തില്ല. നമ്മൾ ഒരു തരത്തിൽ ഫ്രസ്ട്രേറ്റഡ് ആണ്. വേറെ ആൾക്കാരില്ലാത്ത പോലെയാണ് ഇപ്പൊ WWE കാണിക്കുന്നത്. പണ്ടത്തെ ആ സെയിം അവസ്ഥ. ഫ്രഷ് സ്റ്റാർസിനെ ഫ്രഷ് മാച്ചപ്പ് ഒന്നും ഉണ്ടാക്കാൻ പറ്റാതെ പിന്നെയും പഴയ സ്റ്റോറി ലൈൻ എടുത്ത് അലക്കി തിരിച്ച് കൊണ്ടിരുന്ന ഒരു അവസ്ഥയിലോട്ടാണ് പോകുന്നത്. അതെ, തീർച്ചയായിട്ടും. പിന്നെ അതിനെക്കുറിച്ച് പറയുമ്പോഴത്തേന് നമുക്ക് LA നൈറ്റും ജിമ്മി ആയിട്ടുള്ള ഒരു മാച്ച് ഉണ്ടായിരുന്നു. LA നൈറ്റില് അപ്പം LA നൈറ്റ് ആക്ച്വലി LA നൈറ്റിന് ജെ ഒന്ന് ഇൻവോൾവ് ആയി, സോളോ ആക്ച്വലി ഹെൽപ്പ് ചെയ്ത ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു ആക്ച്വലി. എങ്ങനെ പോകും നമുക്ക്? അതെ, അതിപ്പം കണ്ടറിയാം. എന്നാണെങ്കിലും സോളോ MFT പൂർണ്ണമായിട്ട് നിന്നു. അപ്പം സംഭവം അത് മൂവ് ഓൺ ചെയ്യണം. അത് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് കണ്ടറിയാം. നല്ല രീതിയിൽ തന്നെ അത് പോകും, നമുക്ക് എക്സ്പെക്ട് ചെയ്യുകയും ചെയ്യാം ആ ഒരു മൂവ്മെന്റ് അവരുടെ. അതിപ്പോ ഇനിയിപ്പോ സോളോ പകരം വിട്ടു, അവന്റെ ബ്ലഡ് ലൈൻ തകർത്തേന് സോളോ ഇനിയിപ്പം റോമനെതിരെ പകരം വീട്ടാനായിട്ടുള്ള പ്ലാനാണോ? അതൊരു അത് നല്ലതാ ആ ഭാഗത്ത് നോക്കുമ്പോൾ. കാരണം സോളോ ചുമ്മാ കുറെ നാള് ഇങ്ങനെ സോളോ നല്ല വർക്കറാണ്, നല്ല ആക്ടറാണ്, നല്ലൊരു പെർഫോമറാണ്. സോളോ ഒത്തിരി നാൾ ചുമ്മാ ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. എന്നേലൊക്കെ പുള്ളിക്കാരനെ ഇൻവോൾവ് ചെയ്തേ പറ്റൂ. കുറെ ആൾ ലീഡറായി. പക്ഷെ MFT ആ ഒരു രീതിയിൽ ശരിയായില്ല. ഒരു നല്ല ഫാക്ഷൻ ആയിരുന്നോ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷെ അത് അവർക്ക് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. അത് WWE റൈറ്റിംഗ് ടീമിന്റെ പ്രൊഡ്യൂസേഴ്സിന്റെ കുഴപ്പമാണ്. മെയിൻലി റൈറ്റിംഗ് ടീമിന്റെ. അവർക്ക് നല്ല സ്റ്റോറി ലൈനിലോട്ടൊന്നും ഈ ഗ്രൂപ്പിനെ ഇടാനായിട്ടോ ഒന്നും പറ്റിയില്ല. അതിന്റെ കുഴപ്പമാണ്. അതുകൊണ്ട് സോളോയുടെ കാര്യത്തിനായിട്ട് ഇപ്പം മേ ബി എന്നാ പറയുന്നത്, ഒരു ഫ്യൂഡിലോട്ട് വല്ലതും കൊണ്ടുവരാനായിട്ടുള്ള പ്ലാൻ ആയിരിക്കാം ഒരു പക്ഷേ. അല്ലെങ്കിൽ LA നൈറ്റുമായിട്ടുള്ള അലയൻസ് കൊണ്ടുവന്ന് ബ്ലഡ് ലൈനെ തകർക്കാനുള്ള പരിപാടികളായിരിക്കാം. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഇപ്പൊ നേരെ LA നൈറ്റിനെ കാല വാരിയിട്ട് സോളോ തിരിച്ച് ഇവിടെ വരാനും. ഒരു 5 മാൻ ആയി. അപ്പൊ ആക്ച്വലി അന്നേരത്തേന് ഹെൽമെറ്റ് നമ്മുടെ ഇതിന്റെ മാച്ചിനാകുമ്പത്തേനെ വാർ ഗെയിംസിനുള്ള ഒരു ടീമായി. അതിനുള്ള പരിപാടിയാണോ സംഭവം ഇവർ ഉദ്ദേശിക്കുന്നതെന്നും നമുക്ക് കണ്ടറിയാം. ഇനി അടുത്തതെന്ന് പറയാൻ നമുക്ക് പറയാനുള്ള ജോ ഹെൻറിയും ഓസ്റ്റിൻ തിയറി ആയിട്ടുള്ള ഒരു മാച്ചിനെ കുറിച്ചാണ്. ജോ ഹെൻറി ആദ്യം വന്ന് ജോ ഹെൻറിയുടെ പെർഫോമൻസ് കഴിഞ്ഞു. കൺസേർട്ടില് സ്പീക്ക് പ്രോഫിറ്റും ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ജോ ഹെൻറി ഓസ്റ്റിൻ തിയറി ആയിട്ടുള്ള ഒരു മാച്ചിൽ ജോ ഹെൻറി വിക്ടറീസ് ആയി. അത് കഴിയുമ്പോഴത്തേനും ഒരു നല്ലൊരു ഓവേഷൻ തന്നെ ഉണ്ടായിരുന്നു. നല്ലൊരു ഇതായിരുന്നു ഫാൻസിന്. ജോ ഹെൻറി എനിക്ക് ഒത്തിരി നാൾ കൂടി കഴിഞ്ഞിട്ടാണ് ജോ ഹെൻറി ഇപ്പം കഴിഞ്ഞിട്ടാണ് അല്ലെ. അതെ, കുറെ നാളായിട്ട് അളിയാൻ മുങ്ങി നിൽക്കുമായിരുന്നു ബാക്ക് സ്റ്റേജ്. അല്ല, എല്ലാരും പറഞ്ഞ കേട്ടറിങ്ങി ഇരിക്കുമായിരുന്നു. ഇപ്പൊ എന്നാളും തിരിച്ചു വന്നോണ്ട് കുഴപ്പമില്ല. അവനും ഇതുവരെ ഒരു സെറ്റ് ഫ്യൂഡ് ആയോ എന്ന് ചോദിച്ചാൽ എന്നെ പറയാനാ പറ്റിപ്പോന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷന്റെ ആണ് ശരിക്കും പറഞ്ഞ വിഷയം. അതായത് വിഷൻ എന്നേലും ഒരു ഫ്യൂഡി വരും, ആരും ഇഞ്ചുർ ആവും. ഇപ്പം ക്യാൻ വി ഫയർ ലോഗൻ പോൾ എന്ന് പറഞ്ഞ പാട്ടൊക്കെ വെച്ച് അളിയാൻ നല്ല രീതിയിൽ സെറ്റായി വന്നപ്പോൾ തന്നെ ലോഗൻ പോൾ ഇതായിപ്പോയി. പിന്നെ എന്നെ എടുക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു ക്രിയേറ്റീവിനൊന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥയായി പോയി. അതും കൊണ്ട് അതിനകത്ത് ജോ ഹെൻറിയെ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. ജോ ഹെൻറിയെ കളഞ്ഞിട്ട് അല്ലെങ്കിൽ ജോ ഹെൻറി എന്നതിനും എല്ലാത്തൊക്കെ ഇൻവോൾവ് ആകണം. പുള്ളി ഭയങ്കര ക്രൗഡിനെ പ്ലീസ് ചെയ്യാനും ക്രൗഡിനെ കയ്യിലെടുക്കാനും നല്ലൊരു ആളാണ്. അപ്പം പുള്ളി അങ്ങനെ ഒത്തിരി നാളെ മാറ്റി നിർത്താനൊന്നും പറ്റുമൊന്നുമില്ല. ഇതിനിപ്പോ വിഷൻ എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് വിഷന്റെ മുന്നോട്ടുള്ള പരിപാടികൾ. വിഷൻ ഇപ്പം പറയുന്നത് ബാക്ക് സൈഡിൽ തന്നെ 2 സൈഡാ. വിഷൻ ഇനിയും ഒരു ആൾക്കാരെയൊക്കെ മാറ്റി ഒന്നുകൂടെ റിവാമ്പ് ചെയ്തെടുക്കണം. മേ ബി മാക്സിം ഡുപ്രിയെ കൊണ്ടുവരികയൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ വിഷനെ മുഴുവൻ കളഞ്ഞിട്ട് ഇനിയിപ്പം ബ്രോൺ ബ്രേക്കറിനെ സിംഗിൾ റൺ കൊടുക്കുക. ബ്രോൺ ബ്രേക്കറും പോൾ ഹേമനും കാണും കൂടെ. അങ്ങനെ ഒരു 2 രീതിയിലും 2 ഗ്രൂപ്പാന്നാ പറയുന്നത് ബാക്ക് സൈഡിൽ ഈ ഒരു വിഷന്റെ കാര്യത്തിൽ. അത് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. കാരണം വിഷന്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇഞ്ചേർഡ് ആയിപ്പോയി. അങ്ങപ്പോ തന്നെ ഒരു ഡൂംഡ് അല്ലെങ്കിൽ ഒരു കേഴ്സ്ഡ് ഒരു ഫാക്ഷൻ ആയി പോയായിരുന്നു. അതെ, തീർച്ചയായിട്ടും. എന്തോ അതൊരു നല്ല ഇതാണ് ശരിക്കും പറഞ്ഞാൽ. WWE കണ്ടതിൽ വെച്ച് നോക്കുമ്പോൾ ഉള്ള ഒരു കട്ട ഒരു ന്യൂ ജനറേഷന്റെ ഫാക്ഷൻ ആണ് തീർച്ചയായിട്ടും. പക്ഷെ അത് സംഭവം വർക്ക്ഔട്ട് ആയി പോയിരുന്നില്ല. അതാണ് നടക്കാൻ പോകുന്നത് അല്ലെ. ടൈമിങ്ങും എക്സിക്യൂഷനും അതായത് എല്ലാരും ഇതായിപ്പോയി, എല്ലാരും ഇഞ്ചുർ ആയിപ്പോഴാണ് ഏറ്റവും വലിയ വിഷയമായിപ്പോയത്. അല്ലെങ്കിൽ എങ്ങനെയും ഒക്കെ സെറ്റ് ചെയ്തേനെ. എന്ന് പറഞ്ഞു വല്ലോ ആക്കിയല്ലേ, ആക്കി ഇറക്കിയാൽ മതിയായിരിക്കും. പിന്നെ അടുത്ത മാച്ചില് പിന്നെ നമുക്കൊരു റെയ്മിസ്റ്റീരിയോയും ഈതൻ പേജും ആയിട്ടുള്ള ഒരു മാച്ച് ഉണ്ടായിരുന്നു. അതില് ഈതൻ പേജിനെ 619 അടിച്ച് റെയ്മിസ്റ്റീരിയോ വിക്ടോറിയസ് ആയി. ഈതൻ പേജിനാണ് TV ടൈം കിട്ടുന്നത് തന്നെ വളരെ ഹാപ്പിയാണ്. ഈതൻ പേജ് സംഭവം അത് മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. പുള്ളി ഒരു ഇതായില്ലാതെ കൊണ്ട് നടക്കുന്നുണ്ട്. അതൊരു നല്ല രീതിയിൽ തന്നെ പോകുന്നു. ഈ റെയ്മിസ്റ്റീരിയോ ഇനി എത്ര നാൾ കാണുമെന്ന് ആർക്കറിയാം. പുള്ളി ഇപ്പം ട്രിപ്പിളയുടെ മാനേജറും ആണ്, അല്ല ജനറൽ മാനേജറും ആണ്. ഇപ്പം റോയിലും അതുപോലെ ആക്റ്റീവായിട്ട് പോകുന്നു. ഓൾറെഡി ഹാൾ ഓഫ് ഫെയിമർ ആണ്. അപ്പം ഉള്ള ടൈമിൽ നല്ല മാച്ചസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും റെയ്മിസ്റ്റീരിയോ ആയിട്ടുള്ളത്. പിന്നെ ചാഡ് ഗേബിൾ ആണ് ഇപ്പൊ അടുത്ത മെയിൻ. എനിക്ക് തോന്നുന്നത് അവരുടെ ഒരു ഫോക്കസിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ചാഡ് ഗേബിളിനെ അവർ പയ്യെ പുഷ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്.
അതെ അതെ അതെ, ചാറ്റ് കേബിൾ പുഷ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. ഇപ്പൊ ചാറ്റ് കേബിൾ എന്താണെങ്കിലും ആ ഒരു മൊമെന്റം പോവാതെ ഒന്ന് നിന്നാൽ മതിയായിരുന്നു. ചാറ്റ് കേബിൾ ജെ ഡി മെക്ഡോണ ആയിട്ടുള്ള മാച്ചും നൈസ് ആയിരുന്നു. അതിൽ ഡാൻ ഹൗസിന്റെ ഒരു ചെറിയ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. ഞാൻ വർഷം ഫണ്ട് മേടിച്ച് മണി തിരിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ട് സൈഡിൽ വെച്ചിട്ട് പോയി, ഡൊമിനിക് മിസ്റ്റീരിയോ പുറകെ പോയി, അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് ഉണ്ടായിരുന്നു. ഡാൻ ഹൗസിനെ കുറിച്ച് നമുക്ക് പറയുമ്പോഴത്തേന് വേറൊരു കാര്യം കൂടെ, നമുക്ക് ഇപ്പൊ ഒരു റിട്ടേണിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നു അല്ലെ. അതെ അതെ, റിട്ടേൺ എല്ലാവരും പറയുന്നുണ്ട്. റിട്ടേൺ എൻസോ ആൻഡ് കാസ് പയ്യെ ടാക് ടീം ഡിവിഷൻ ഒന്ന് റിവാമ്പ് ചെയ്യാനായിട്ട് ഭാഗമായിട്ട് എൻസോ ആൻഡ് കാസിനെ കൊണ്ടുവരാനുള്ള പ്ലാനാണ്. എൻസോ ഓൾറെഡി റൂമറുണ്ട്, എൻസോ ബാക്ക് സ്റ്റേജിലും അല്ലെ നെക്സ്റ്റിൽ പെർഫോമൻസ് സെന്ററിലൊക്കെ ഉണ്ടായിരുന്നു. കാസ്, ബിഗ് കാസ് അല്ലെ ബിഗ് ബിൽ എന്ന് പറഞ്ഞ് നമുക്ക് AEW കാണാതെ ബിഗ് ബിൽ, പുള്ളിയുടെ കോൺട്രാക്ട് ഈ ആഴ്ച തീരുക. അപ്പം അതുവരെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ബിഗ് കാസിനെ കൂടെ കൊണ്ടത് രണ്ടുപേരെ കൂടെ റീഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്ലാനാണെന്നുള്ളത്. അപ്പം ഒരുപക്ഷെ ഇപ്പം അറിയത്തില്ല, റൂമറൊക്കെയാണ്. ഓൾമോസ്റ്റ് സെർട്ടൺ ആണ് അവർ വരുമെന്നുള്ളത്. ഇപ്പൊ എങ്ങനെ അവർ ആ അല്ലെ സ്റ്റോറി ലൈനിൽ അല്ലെങ്കിൽ TV പ്രോഗ്രാമിങ്ങിലോട്ട് എങ്ങനെ കൊണ്ടുവരുന്നുള്ളത് അപ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഡാൻ ഹൗസിന്റെ ബാക്ക് സ്റ്റേജിൽ കാണിക്കുന്ന എക്സ്പെരിമെന്റും എല്ലാം അവന്മാരെ കൊണ്ടുവരാനുള്ള പരിപാടിയായിരിക്കും എന്നുള്ള രീതിയിൽ പറയപ്പെടുന്നു. ഡാൻ ഹൗസിനും JD മെക്ഡോണും തമ്മിലൊരു മാച്ച് ഉണ്ട് സാറ്റർഡേ നൈറ്റ്സ് മെയിൻ ഇവന്റ്. ഒരുപക്ഷെ മേ ബി, നോട്ട് ഷുവർ, ഒരുപക്ഷെ അവിടെ വേണമെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യായിരിക്കും. ഇന്നാളുടെ ഫണ്ണാണ് എൻസോ ആൻഡ് കാസ്. നമുക്കറിയാം പണ്ട് എന്തുമാത്രം ആരാധകരുണ്ടായിരുന്ന ടീം. അവർക്കൊരു ടൈറ്റിൽ റൺ കൊടുക്കാൻ തന്നെയാണ് ഈ WWE ഏറ്റവും വലിയ തെറ്റ് അവന്മാരോട്. അവരെ തിരിച്ചു കൊണ്ടിരുന്നതിൽ അത് നല്ലൊരു ഐഡിയ ആണ്. എവിടെയാണേലും ടോപ്പ് മെർച്ചൻഡൈസ് സെല്ലേഴ്സ് ആണ്, നല്ല സപ്പോർട്ടാണ്, ക്രൗഡിനെ കൺട്രോൾ ചെയ്യാനും അവർക്കറിയാം. തീർച്ചയായിട്ടും അതെ, അത് നല്ലൊരു ഇതായിരിക്കും. കാരണം ഇപ്പം ടാഗ് ടീം ഡിവിഷൻ ഒന്ന് വളരെ ലോ ആയിട്ട് നിൽക്കുന്ന ഒരു പോയിന്റ് ആണ്. അപ്പൊ അവർ വന്നു കഴിയുമ്പോഴത്തേനും സംഭവം ഒരു പുഷ് ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അത് നമുക്ക് കണ്ടറിയാം. പിന്നെ നമുക്ക് NXT യെ കുറിച്ച് നമുക്ക് മൂവ് ഓൺ ചെയ്യാം. NXT കെൻഡൽ ഗ്രേയുടെ ന്യൂ വിമൻസ് ചാമ്പ്യൻ കെൻഡൽ ഗ്രേയുടെ ഒരു പുതിയ എറയുടെ ഇതിലോട്ടുള്ള ഒരു കിക്ക് സ്റ്റാർട്ട് ആയിരുന്നു. അത്യാവശ്യം നൈസ് ഒരു സംഗതിയായിരുന്നു. പിന്നെ ക്ലീശ സാധനമായിരുന്നു കെൻഡൽ, നമുക്ക് അറിയാം. ഇപ്പോ ഒരു ചാമ്പ്യൻഷിപ്പ് കിട്ടിക്കഴിയുമ്പോഴത്തേനുള്ള ഒരു ന്യൂ ചാമ്പ്യൻസിന്റെ ഒരു ഇത് തന്നെയായിരുന്നു, ക്ലീശ സാധനം തന്നെയായിരുന്നു. പക്ഷെ സംഗതി കുഴപ്പമില്ലാതെ തന്നെ കെൻഡൽ ഗ്രേ ഫൈനലി ഒരു ചാമ്പ്യൻ ആയി. സെലിബ്രേഷൻ എന്നുള്ള രീതിയിൽ രണ്ടുപേരും അല്ലെ, കെൻഡൽ ഗ്രേയും മറ്റോളും റൺ സിംഗ്ലറും കൂടെ കേക്കൊക്കെ മുറിച്ചും അല്ലെ, അതൊക്കെ അതുപോലത്തെ സെലിബ്രേഷനൊക്കെ ആയിട്ട് പോയി. അതിന്റെ ഫ്യൂഡ് ഇപ്പൊ ഇനിയിപ്പോ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇപ്പം ന്യൂ ചലഞ്ചേഴ്സ് വരണം. ഇപ്പം അത് എങ്ങനെയാണ് ഈ അവസാനം ഈ ഗ്രൂപ്പ് ഇവർ രണ്ടുപേരും അവസാനം തമ്മിലടിച്ച് ഒരു അങ്ങനെ വേണമെങ്കിലും കൊണ്ടുവരാം. കാരണം റൺ സിംഗ്ലറിനെ ഹീലാക്കുവോ എല്ലാം ചെയ്ത് ഒരു ഫ്യൂഡ്, അത് ഇവഞ്ചലി അതായിരിക്കും അവരുടെ എൻഡ് ഗെയിം, അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ. തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതും അങ്ങനെ തന്നെയായിരിക്കും. അവർ നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ആവുമെന്ന് പ്രതീക്ഷിക്കാം സംഭവം. പിന്നെ ഒരു ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ച് ഉണ്ടായിരുന്നു, വാനിറ്റി പ്രോജക്ട് വേഴ്സസ് ഗലേനോയും എൽ ഹിയോ ഡി ഡോക്ടർ വാഗ്നർ ജൂനിയർ. അതെന്ന് പറയുന്നത് AAA എന്നുള്ള ടീമുകളല്ല. ശരിക്കും പറഞ്ഞാൽ എൽ ഹിയോ ഡി വൈക്കിംഗോ എന്ന് പറഞ്ഞ അവനായിരുന്നു. പക്ഷെ അവന് ഇഞ്ചുറി പറ്റി. പിന്നെ ബാക്ക് സ്റ്റേജിൽ അവൻ അറ്റാക്ക് ചെയ്യുന്ന പോലെയൊക്കെ സെറ്റ് ചെയ്തു. എന്നാലും നോർമൽ മാച്ച് വാനിറ്റി പ്രോജക്ട് റിറ്റെയിൻ ചെയ്തു. പിന്നെ അതാണ് മെയിൻ. അതെ, നെറാക്കോ ഡാർക്ക് ഷെയ്ഡാന്ന് തോന്നുന്നു പുള്ളി ഇപ്പൊ ഇനി പോകാൻ പോകുന്നത്. ചെറിയൊരു ഡാർക്ക് സൈഡിലോട്ട് പോകുന്ന പോലത്തെ പരിപാടികളാണ് കാണിച്ചതും ഒക്കെ. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് ഓഫ് ദി നൈറ്റ് എന്ന് പറയുന്നത് കെലനി ജോർഡൻ വേഴ്സസ് ടാറ്റം ബാക്സ്ലി മാച്ച് ഉണ്ടായിരുന്നു. അത് ടാറ്റം ബാക്സ്ലി തോറ്റുപോയി അല്ലെ, കെലനി ജോർഡൻ തോപ്പിച്ചു കഴിഞ്ഞ് ഒരു സെഗ്മെന്റ് ടാറ്റം ബാക്സ്ലി ഒരാൾ വന്ന് അറ്റാക്ക് ചെയ്യുന്ന ഒരു വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഒരുത്തി. അത് എന്ന് പറയുന്നത് നിക്കി ബ്ലാക്ക് ഹാർട്ട് എന്ന് പറഞ്ഞ ഇൻഡിപെൻഡൻസിൽ ഉണ്ടായിരുന്ന നിക്കി ബ്ലാക്ക് ഹാർട്ടാണ്. പുള്ളിക്കാരി സൈൻ ചെയ്യാനായിട്ട് ബെയിലിയാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചേക്കുന്നത്. ബെയിലി ഭയങ്കര ഒരു സപ്പോർട്ടാണ് പുള്ളിക്കാരിക്ക്. ബെയിലിയുടെ ഒരു ട്രെയിനിങ് സെഷനും ബെയിലിയുടെ ഈ പുതിയ റെസ്ലേഴ്സ് അല്ലെ ന്യൂ ജനറേഷൻ റെസ്ലർ ആകാൻ ആഗ്രഹിക്കുന്ന പെൺപിള്ളേർക്ക് വേണ്ടിയുള്ള ഒരു സാധനമായിരുന്നു. ഒരു പ്രോഗ്രാം ഉണ്ട് ലോഡ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ, അതിൽ പങ്കെടുത്ത ഒരാളാണ് നിക്കി ബ്ലാക്ക് ഹാർട്ട്. അപ്പം അതിനകത്തുനിന്ന് പുള്ളിക്കാരിയെ എന്നാണ് WWE സൈൻ ചെയ്തു. ബെയിലി അതിനകത്ത് ഒത്തിരി പ്രവർത്തിച്ചിട്ടുണ്ട്. പുള്ളിക്കാരി WWE കൊണ്ടുവരാനായിട്ട് കണ്ടാൽ തന്നെ അറിയിച്ച് ഷീസ് വൺ ഓഫ് ദ നെക്സ്റ്റ് ബിഗ് തിങ് എന്നുള്ള രീതിയിലാണ് അവർ പുഷ് ചെയ്യുന്നത്. അല്ല ഇങ്ങനെ ഉള്ള സാധനങ്ങൾ ഇപ്പം ചൈന, പണ്ടത്തെ ചൈന, പിന്നെ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ വെച്ച് ഇപ്പൊ സാരിയ അതുപോലെ കൊണ്ടുവന്നത് നല്ലതാണ്. അങ്ങനെ കൊണ്ടുവരുന്നത് ഫ്യൂച്ചറിൽ ആൾക്കാർ വേണമല്ലോ. മീൻസ് എല്ലാം ചെറിയ സൈസ് ആയാൽ പോരല്ലോ.
അതെ അതെ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ WWE ഉള്ളത് അത് നോക്കി ഇപ്പൊ നമ്മൾ എല്ലാ ചാമ്പ്യൻഷിപ്പും ചാമ്പ്യൻസ് എല്ലാം അതുപോലെ തന്നെ ലിവ് മോർഗൻ, ആം, ഈ റോക്സൈൻ, ടിഫനി ഇവരെല്ലാരും ചെറിയ ആൾക്കാരാണ്. അതെ അതെ അപ്പം അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ഒരു ജാക്സൺ ടൈപ്പ് ആൾക്കാർ വേണം, എന്നാലേ ഓടി പോകത്തുള്ളൂ. അതെ, അതുപോലെ തന്നെ നല്ല വർക്കറും ആയിരിക്കണം. ഈ പുള്ളിക്കാരി നല്ല വർക്കറാണ്. ഞാൻ ഒന്ന് രണ്ട് ഇൻഡിപെൻഡന്റ് ഷോസിന്റെ മാച്ചസ് ഒക്കെ കണ്ടായിരുന്നു. നല്ലൊരു വർക്കറാണ്. അതാണ് അതിനകത്തെ കാര്യം. അത് നല്ല ഇപ്പം നമ്മുടെ സാറിയായിട്ടൊക്കെ നല്ലൊരു മാച്ചപ്പ് ആയിരിക്കും വന്നു കഴിയുമ്പോൾ. അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പിന്നെ പിന്നെ നമുക്ക് പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാല് സ്മാക്ക് ഡൗണിനെ കുറിച്ചാണ്. സ്മാക്ക് ഡൗൺ ടേപ്ഡ് ആയിരുന്നു ഈ വീക്കില്, ജൂലൈ 4th വീക്കിൽ ആയതുകൊണ്ട് എല്ലാം ടേപ്ഡ് ആയിരുന്നു. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ സാമി സെയിന്റെ സെലിബ്രേഷൻ ആയിരുന്നു, ന്യൂലി ക്രൗണ്ട് അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻ. അതെ അതെ അതൊരു നല്ല നല്ല തന്നെ ഒരു ഇതായിരുന്നു സംഗതി. എല്ലാവർക്കും എല്ലാ ഫാൻസ് എല്ലാം ഹാപ്പി ആയിരുന്നു, ക്രൗഡ് എല്ലാം സാമിക്ക് വേണ്ടി ഹാപ്പി ആയിരുന്നു. പിന്നെ അധികം നിന്നില്ല, കോഡിയും ജെയ്യൂസോയും രണ്ടുപേരും വന്നു ചാമ്പ്യൻഷിപ്പ് ഇതിന്റെ സെലിബ്രേഷനിൽ ഇൻവോൾവ് ആയി. അവർ രണ്ടുപേരും ഗോൾഡിന് വേണ്ടി, അതായത് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ഉള്ള ഒരു കണ്ടൻഡർഷിപ്പിന് രണ്ടുപേർക്ക് ഇൻട്രസ്റ്റ് കാണിച്ചു. അപ്പം മാക്ഡൗൺ ജനറൽ മാനേജർ വന്ന് ഇമ്മീഡിയറ്റ്ലി അത് മാച്ച് അനൗൺസ് ചെയ്തു. സാമിയും ജെയ്യൂസോയും നമ്പർ 1 കണ്ടൻഡർഷിപ്പ് മാച്ച്, സോറി കോഡിയും, അപ്പോളജീസ്, കോഡിയും ജെയ്യൂസോയും ആയിട്ടുള്ള ഒരു മാച്ച് അനൗൺസ് ചെയ്ത് മെയിൻ ഇവന്റിന് വേണ്ടി. അതിനകത്തും സാമി ഒരു എന്താ പറയുന്നത്, ട്വീനറായിട്ട് ഹീലാണോ ആണ് ഫേസ് ആണോ ആണ് എന്നുള്ള രീതിയിലാണ് പ്രോമോ അത് പറയുന്നുണ്ട്. എന്റെ റൈഡ് ഓർ ഡൈ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നെ ഈ ആഴ്ച വരെ എന്നെ കൂവിയ ആൾക്കാരാണ് നിങ്ങളൊക്കെ എന്നുള്ള രീതിയിൽ അവരെയും പറയുന്നുണ്ട്. എനിക്ക് വേണേൽ പറയാം കിസ് മൈ ആസ് എന്നുള്ള രീതിയിലൊക്കെ പറയാം, എന്നാലും ഞാൻ പറയത്തില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞേച്ച് ആണ് അളിയൻ നിന്നത്. പിന്നെ മാച്ച് അനൗൺസ് ചെയ്തപ്പോൾ സാമി ചോദിക്കുന്നുണ്ട് ഇവനോട്, ആഡംപിയേഴ്സിനോട് ചോദിക്കും, ഓ സമ്മർ സ്ലാമിന് വേണ്ടിയല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ പറയും ഓക്കെ, സമ്മർ സ്ലാമിനെ കുറിച്ച് ആരെവിടെ പറയുന്നത്, സമ്മർ സ്ലാം അല്ല അടുത്ത ആഴ്ചത്തേനാന്ന് പറയും. അതൊക്കെ ഈ എന്നാ പറയുന്നത്, സ്റ്റോറിയിൽ സാമി ഇപ്പോഴും അവര് പുച്ഛിക്കുന്നു എന്നുള്ള രീതിയിൽ ആനെ അങ്ങോട്ട് അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ഓക്കെ പുള്ളിക്കാരൻ അത്രയ്ക്ക് സെറ്റപ്പ് അല്ല എന്നുള്ള രീതിയിൽ കാണിക്കുന്ന പോലെയാണ് അവര് സ്റ്റോറിയിൽ കാണിക്കുന്നത്. ഇപ്പം നമുക്കറിയാം എങ്ങനെയാണ്, എത്ര നാള് നമുക്കറിയാം, നമ്മുടെ ഒരു ഹോപ്പും ഇതെന്ന് പറയുന്നത് ഒത്തിരി വലിയ ലോങ് ടൈറ്റിലൊന്നും ആകാൻ വഴിയില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് സാമിയുടെ ആ ഒരു കേപ്പബിലിറ്റിയിലും കാണിക്കാൻ പറ്റുന്ന രീതിയിൽ റൺ ആയാൽ മതി, അത് മാത്രമേ നമുക്കുള്ളൂ. അതെ അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പിന്നെ 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 നടന്നിരുന്ന മാച്ച് എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ത്രെഡ്, സോറി 6 വിമൻ ടാഗ് ചാമ്പ്യൻഷിപ്പ് മാച്ച് ഉണ്ടായിരുന്നു. ജെയ്ഡ് കാർഗിൽ മിച്ചിൻ ബി ഫാബും ആയിട്ട് ചാർൽ ഫ്ലെയർ, ചെൽസി ഗ്രീൻ, ടിഫനി സ്ട്രാറ്റും ആയിട്ടുള്ള ഒരു മാച്ച് ഉണ്ടായിരുന്നു. അപ്പൊ അതില് കാർഗിൽ ഗ്രീനെ പിൻ ചെയ്തു അല്ലെ, ചെൽസി ഗ്രീനെ. അതെനിക്ക് തോന്നി ഇപ്പൊ അലക്സ ഇല്ലാതെ ഗ്രീനെ പ്ലേസ് ചെയ്തപ്പോഴത്തേന് തന്നെ എനിക്ക് തോന്നി ഓക്കെ ചെൽസിയെ പിൻ ചെയ്യാൻ വേണ്ടി തന്നെ കൊണ്ടുവിട്ടതാന്ന് എനിക്ക് തോന്നിയായിരുന്നു ഇതില്. അപ്പം അതെ, ചെൽസി ഗ്രീൻ ഒരു മുന്നോട്ട് പോകണം. ഈ ചെൽസി ഗ്രീൻ ഇങ്ങനെ തന്നെ നിന്നിട്ട് ഒരു നല്ല എന്റർടൈനിങ് ആണ് ചെൽസി ഗ്രീൻ ആക്ച്വലി. അപ്പൊ ഇങ്ങനെ തന്നെ കാര്യമില്ല, ചെൽസി ഗ്രീൻ മുന്നോട്ട് പോകണം എന്നുള്ളൊരു അത് നമുക്കറിയാം. പ്രതീക്ഷിക്കുന്ന ഇങ്ങനെ കുറച്ച് പേരുണ്ട് നല്ല വർക്കേഴ്സും നല്ലതായിട്ട് പ്രവർത്തിക്കും, അവർക്ക് ഡിസേർവ് ബെറ്റർ. എല്ലാ നൈറ്റ് ചെൽസി ഗ്രീൻ അവർക്ക് ഇതിന്റെ മെയിൻ എക്സാമ്പിൾ. ഇപ്പൊ സാമിസയും 10 വർഷം എടുത്തു അല്ലെ ടോപ്പ് ഓഫ് ദ മൗണ്ട് വരാനായിട്ട്. ഒരു പക്ഷേ ചെൽസിക്കും ആ ഒരു സെയിം സ്റ്റോറി ആയിരിക്കും, വർഷങ്ങളെടുത്തായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ ചെൽസി ഗ്രീൻ ചാമ്പ്യൻ ആകാൻ പോകും. പക്ഷേ ചെൽസി പെണ്ണുങ്ങളുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അവർക്കൊരിക്കലും ഈ ആണുങ്ങളെ പോലെ ലോങ് കരിയർ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ഇവരെല്ലാവരും ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പയ്യെ ഇറങ്ങും. അത് കഴിയുമ്പോഴത്തേനും പിന്നെ തിരിച്ചു വരവ് ചാമ്പ്യൻഷിപ്പ് റണ്ണൊക്കെ കണക്കാം. അതുകൊണ്ട് അറിയത്തില്ല എന്തുമാത്രം കാണും ചെൽസി ഗ്രീൻ. ഒരു പ്രാവശ്യം ചാമ്പ്യൻ ആക്കണമെന്നേ നമുക്ക് ആഗ്രഹമുള്ളൂ. കാരണം പുള്ളിക്കാരി ഷീ ഡിസേർവ്സ് എ ലോട്ട്. ഈ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മൾ പണ്ട് ലൂച്ച അണ്ടർഗ്രൗണ്ട് കണ്ടവർക്കൊക്കെ അറിയാം ചെൽസി ഗ്രീൻ ആരാണെന്ന് അറിയണേ, അതൊക്കെ കാണും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പിന്നെ ഇപ്പോഴും ജെയ്ഡും ടിഫനി ആയിട്ടുള്ള ഒരു ഫ്യൂഡ് മുന്നോട്ട് പോകുന്നു എന്നാണ് ഇതിന്റെ ഒരു ഇതിന്റെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ. ഫ്യൂഡ് തീർന്നിട്ടില്ല, സമ്മർ സ്ലാമി കാണും, ചാമ്പ്യൻഷിപ്പ് മാച്ച് വെക്കുമായിരിക്കും മിക്കവാറും. ജെയ്ഡ് അപ്പോഴായിരിക്കും ചാമ്പ്യൻഷിപ്പ് എടുക്കുന്നത് ടിഫനിയെ തോപ്പിച്ച്. പിന്നെ നമുക്ക് ട്രിപ്പിൾ എ മെഗാ ക്രൂസർ വെയിറ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഒരു മാച്ച് ഉണ്ടായിരുന്നു കഴിഞ്ഞ വീക്കിലെ പോലെ തന്നെ. റേ ഫീനിക്സ് ഈ പ്രാവശ്യം ഫോർമർ ട്രിപ്പിൾ എ ചാമ്പ്യനെ ആയിരുന്നു ചാലഞ്ച് ചെയ്തിരുന്നത് അല്ലെ, വൈക്കിംഗോയാണ്. അതെ, പുള്ളിയാണ് NXT-യിൽ ഇഞ്ചുർ ആയത്, മാച്ചിന് മുമ്പ് ഇഞ്ചുർ ആയത്. അതുകൊണ്ടാണ് പിന്നെ പുള്ളി റൈറ്റ് ഓഫ് ചെയ്തതും. ഇതിപ്പോ ടേപ്പ് ആയതുകൊണ്ടാണ് പിന്നെ നമുക്കറിയുള്ളത് തിങ്കളാഴ്ച ടേപ്പ് ചെയ്ത സാധനമാണ്. പ്രതീക്ഷിച്ച പോലെ തന്നെ എല്ലാ ഹൈ ഫ്ലൈങ്, അവർ രണ്ടുപേരും നല്ല ഹൈ ഫ്ലൈങ് നല്ലൊരു മാച്ച് ആയിരുന്നു.
നല്ലൊരു ലുച്ചഡോർ മാച്ച് ആയിരുന്നു ശരിക്കും കാണാൻ പറ്റിയത്. ട്രിപ്പിൾ എ ക്ലാസിക് മാച്ച് ആയിരുന്നു. അത്യാവശ്യം നൈസായിട്ട് അത് റേ ഫിനിഷർ റിട്ടൈൻ ചെയ്യുകയും ചെയ്തു. അതെ, ഒന്ന് ആലോചിച്ച് പിന്നെ നോക്കിയേ, റെസ്ലിംഗ് ഇവരിപ്പോ ട്രിപ്പിൾ എ ക്രൂസ് റൈറ്റ് ചാമ്പ്യൻഷിപ്പ് സ്മാക്ഡൗൺ അല്ലെ WWE പ്രോഗ്രാമിംഗിൽ TV ഷെഡ്യൂളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കോ, അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങളൊക്കെ WWEക്ക് സ്വന്തമായിട്ട് ഒരു ക്രൂസ് റൈറ്റ് ടൈറ്റിൽ ഉണ്ടായിരുന്നോ? ഈ ക്രൂസ് റൈറ്റിന്റെ എന്തുമാത്രം ഒരു നല്ല എക്സൈറ്റ്മെന്റ്, അല്ലെങ്കിൽ ക്രൂസ് റൈറ്റ് ഡിവിഷൻ എന്ന് പറയുന്ന ഡിവിഷൻ എന്ത് അടിപൊളിയാണെന്ന് നമുക്ക് ഈ മാച്ചസ് കാണുമ്പോൾ മനസ്സിലാവും. ഇതെല്ലാം മനസ്സിലാക്കി ആ ടൈറ്റിൽ ഒന്ന് റീഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്ന അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡിവിഷനായിരുന്നു ക്രൂസ് റൈറ്റ് ഡിവിഷൻ. നമ്മൾ പണ്ട് കാണുമ്പോഴേ, നമ്മൾ ആദ്യം കാണുമ്പം വെലോസിറ്റിയിലും ഒക്കെ ആയിരുന്നു മെയിൻ ആയിട്ട് ക്രൂസ് റൈറ്റ് ഡിവിഷൻ ഇതായിക്കൊണ്ടിരുന്നത്, ഹൈലൈറ്റ് ആയിക്കൊണ്ടിരുന്നത്. നമ്മുടെ ജിമ്മി വാങ്യാങ്, നമ്മുടെ പോൾ ലണ്ടൻ, ബ്രയൻ കെൻട്രിക്ക്, ബില്ലി കിഡ്മൻ, ഇവന്മാരൊക്കെ ക്രൂസ് റൈറ്റ് ഡിവിഷൻ അടിപൊളിയായിരുന്നു ആ സമയത്ത്. അതുപോലെ ആക്കാൻ പറ്റും, കാരണം ഈ ഫീനിക്സും ഈ മറ്റേ ഇപ്പത്തെ ഇത് വെച്ച് തീർച്ചയായിട്ടും ക്രൂസർ വെയിറ്റിനുള്ള ഒരു ഇപ്പൊ നല്ല ഇപ്പൊ JD ഓൾറെഡി ക്രൂസ് റൈറ്റ് ആയിരുന്നു, ക്രൂസർ ചാമ്പ്യൻ ആയിരുന്നു. പിന്നെ എന്തായാലും ലൂച്ചഡോസ് ആണ് ഉള്ളത് ഇപ്പൊ നമുക്ക്, അല്ലെ? തീർച്ചയായിട്ടും അത് കൊണ്ടുവരാം. ഈവൻ നമുക്ക് NXT-യിലാണെങ്കിൽ അത് 3 ഇതിലും ഡിഫെൻഡ് ചെയ്യുന്ന രീതിയിലൊരു സംഗതി കൊണ്ടുപോയിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. ഹോപ്പ്ഫുള്ളി അങ്ങനെ ഒരു നമ്മൾ പറയുന്ന നമ്മുടെ വീഡിയോ കണ്ടിട്ടെങ്കിലും ആണെങ്കിലും എടുക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ നമുക്ക് പിന്നെ പറയാനുണ്ടെന്നാണ് ഫിൻ ബാലറും കോഡി ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ഉണ്ടായിരുന്നു ബാക്ക് സ്റ്റേജിൽ. കോഡി പറയുന്നുണ്ട്, ഫിൻ ബാലർ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ട് വന്നത് നിന്നെ ചാലഞ്ച് ചെയ്യാൻ വേണ്ടിയാണ്, പക്ഷെ നിന്റെ കയ്യിൽ ടൈറ്റിൽ ഇപ്പൊ ഇല്ല, നീ പോയി ടൈറ്റിൽ എടുത്തിട്ട് വാ എന്നുള്ള രീതിയിൽ. അന്നേരം ടാമറ്റോങ്ക വന്ന് ഞങ്ങള് ടാമറ്റോങ്കയും ഫിൻ ബാലനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇതിപ്പം ചിലപ്പോൾ ഫിൻ ബാലന്റെ സൈഡിൽ ആരെങ്കിലും വന്ന് മേ ബി എനിക്കൊന്നും ചിലപ്പോൾ ഷിൻസ്കെ നാക്കമോറ വല്ലതും ആയിരിക്കാം. സംഭവം അതൊരു ടാഗ് ടീം സെറ്റപ്പിലോട്ട് പോകാൻ തോന്നുന്നു ഇങ്ങനെ പോയാൽ. പഴയ ബുള്ളറ്റ് ക്ലബിന്റെ അല്ലെങ്കിൽ അവിടെയുള്ള മെമ്പേഴ്സ് ആണ് മുഴുവൻ, അല്ലേ? അതിന് ആ ഒരു ഹിസ്റ്ററിയാണ് ഇവന്മാർ ഇതിനകത്തൂടെ കൊണ്ടുപോകുന്നത്. ഇതിപ്പം ഇവന്മാര് സ്റ്റാൻഡ് അലോൺ ടാഗ് ടീം ആയിട്ട് പോവാണോ എന്ന് അറിയത്തില്ല. ടാമറ്റോങ്കയും കൂടെ സ്റ്റാൻഡ് അലോൺ ടാഗ് ടീം ആയിട്ട് പോയി വേറെ നോക്കണം ശരിക്കും. കാരണം അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒന്ന് നോക്കണം. കാരണം MFTക്കകത്ത് ഇപ്പം സോളോ ആയിരുന്നു അതിന്റെ മൈക്ക് കൊണ്ട് മാനേജ് ചെയ്ത് പോയത്. ഇപ്പൊ ഇവരൊന്നും ചെയ്ത് നോക്കണം, എങ്ങനെ പോകുമെന്ന് അറിയാം. നമുക്കറിയാം ഇപ്പം ടാമറ്റോങ്കയുടെ സ്കില്ലൊക്കെ നമുക്കറിയാം. അപ്പം നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കിയിട്ട് അതുവരെ നൈസ് ആണെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യാമെന്നാണ് എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. അപ്പം ഇനിയിപ്പം കൂടുതൽ ഇപ്പം മാച്ചസ് നമുക്ക് SummerSlam-നെ കുറിച്ച് ഇപ്പൊ അനൗൺസ് ചെയ്യുന്നത് നമുക്ക് വീക്കിൽ അറിയാം. ഇപ്പൊ 3 മാച്ചസ് ആണ് ഓൾറെഡി അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ലിമോർഗൻ വേഴ്സസ് ഇയോ സ്കൈ, അത് WWE ചാമ്പ്യൻഷിപ്പിൽ വിമൻസ് ചാമ്പ്യൻഷിപ്പിലുണ്ട്. പിന്നെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ സെത്ത് റോളിൻസും റോമൻ റെയിൻസും. പിന്നെ ഹെലിൻ സെൽ മാച്ച് ഹോബ് ഓഫ് എമീം ബ്രോക്ക് ലെസ്നറും. ഇത് 3 ഇപ്പം കറന്റ് അനൗൺസ് ചെയ്തിരിക്കുന്ന SummerSlam-ലെ മാച്ചുകൾ. കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരുന്ന വീക്കിൽ അറിയാൻ സാധിക്കും. അതെ, ഇപ്പം വരുന്നത് അപ്കമിങ് റോയിലാണ് ചാമ്പ്യൻഷിപ്പ് മാച്ച് അല്ലേ, അത് ചിക്കാഗോയിലാണ്. ഇപ്പം റൂമറുണ്ട് CM Punkന്റെ റിട്ടേൺ കാണും. ഇപ്പം ടൈറ്റിൽ പിക്ചറിലോട്ട് ഇൻവോൾവ് ആവുമോ അതോ ഇത് എങ്ങനെയാണ് ഈ ഫ്യൂഡിലോട്ട് വല്ലതും ഇൻവോൾവ് ആവുമോ, നമുക്ക് അതും എക്സൈറ്റ്മെന്റ് ആണ് ശരിക്കും. CM Punk വരുമ്പോൾ SummerSlam-ലോട്ട് എങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിൽ ഒരു എക്സൈറ്റ്മെന്റും ഒരു ആകാംക്ഷയും എല്ലാം നമ്മുടെ ഇതിലുണ്ട്. അപ്പോൾ അതായിട്ടെല്ലാം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ വരും ദിവസങ്ങളിൽ നമുക്കത് കണ്ടറിയാം. അപ്പോൾ അടുത്ത ആഴ്ചത്തെ റെസ്ലിംഗ് ഇവന്റ്സും അനാലിസിസുമായി വീണ്ടും കാണാം. Thanks for watching the Pro Wrestling Analyst.